ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് ഒരു കോസ്കോ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ വീട്ടിൽ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാ വീക്കിലും സാറ്റർഡേ പോയി ഗ്രോസറീസ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വെക്കും, സൺഡേ മീൽ പ്രെപ്പ് ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് പോണത്. അപ്പം കോസ്കോ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ മേടിച്ച കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. കാരണം കോസ്കോയിൽ നിന്ന് ഞാൻ ഈ മേടിച്ചിട്ടുള്ള സാധനങ്ങൾ മിക്കപ്പോഴും തന്നെ കോസ്കോ പോയി റീസ്റ്റോക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ വീട്ടിൽ ഞാൻ കോസ്കോയിൽ എല്ലാ ആഴ്ചയും ഒന്നും പോകുന്ന ഒരാളല്ല. കോസ്കോയിൽ പോകുന്നവർക്കറിയാം, നമ്മൾ ഒരു സാധനം രണ്ട് സാധനം വാങ്ങാന്നൊക്കെ പറഞ്ഞ് കോസ്കോയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു തിരിച്ചുവരവില്ല ശശി എന്നുള്ള രീതിയിലാണ്. കാരണം ഒരു $250 എങ്കിലും പൊട്ടാതെ നമുക്ക് കോസ്കോന്ന് ഇറങ്ങാൻ പറ്റില്ല. അത് എൻ്റെ മാത്രം പ്രശ്നമല്ല, ഒരു കോമൺ ആയിട്ടുള്ള ഇഷ്യൂ ആണെന്നാണ് എൻ്റെ ഒരു തോന്നൽ. അപ്പം കോസ്കോയിൽ ഞാൻ അത് കാരണം അധികം അങ്ങ് ചെന്നപ്പെടാറില്ല. ഞാൻ വാൾമാർട്ടിനോ അല്ലെങ്കിൽ സേഴ്സിന്നൊക്കെയാണ് സാധനങ്ങൾ മൊത്തത്തിൽ വാങ്ങാറ്. കോസ്കോയിൽ പക്ഷെ ഞാൻ മാസത്തിൽ ഒരിക്കൽ കൂടിപ്പോയി 2 തവണയൊക്കെ കോസ്കോ പോയി സാധനങ്ങൾ മേടിച്ച് വെക്കാറുണ്ട്. അപ്പം സാധനങ്ങൾ മേടിച്ച് നല്ലോണം സ്റ്റോക്ക് ചെയ്ത് ഫ്രിഡ്ജിലും ഫ്രീസറിലുമായിട്ട് ഞാൻ സ്റ്റോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ വീട്ടിൽ കോസ്കോയിൽ നിന്ന് മേടിച്ച് സ്റ്റോക്ക് ചെയ്യുന്ന മീൽ പ്രെപ്പിന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ ഇന്ന് കാണിച്ചു തരാം. അതിൽ ഒന്നാമതായിട്ട് എനിക്ക് പറയേണ്ട സാധനമാണ് കിർക്ക്ലാൻഡിൻ്റെ ഈ ഗ്രീക്ക് യോഗർട്ട്. കിർക്ക്ലാൻഡിൻ്റെ ഈ ഗ്രീക്ക് യോഗർട്ട് ഞാൻ സ്ഥിരം എല്ലാ മാസവും എപ്പോഴൊക്കെയാണ് കോസ്കോ പോണേ അപ്പോഴൊക്കെ ഞാൻ എടുക്കുന്ന ഒരു സാധനമാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ 175 grams ഓഫ് ഗ്രീക്ക് യോഗർട്ടിൽ നമുക്ക് 17 grams ഓഫ് പ്രോട്ടീൻ ആണ് ഈ ഗ്രീക്ക് യോഗർട്ടിൽ നിന്ന് കിട്ടുന്നത്. അത് മാത്രമല്ല, ഈ കിർക്ക്ലാൻഡിന്റെ ഗ്രീക്ക് യോഗർട്ട് നമുക്ക് 3 എണ്ണത്തിന് ഏകദേശം ഒരു $11.99 $12 ആണ് ഈ 3 എണ്ണത്തിന് നമുക്ക് വരുന്നുള്ളൂ. ഒരെണ്ണത്തിന് $4 വെച്ച്. അതെനിക്ക് അത്യാവശ്യം എന്താ പറയുക അഫോർഡബിൾ ആയിട്ട് നമുക്ക് കുറച്ച് ചീപ്പായിട്ടാണ് എനിക്ക് തോന്നിയത്. വേറെ ഞാൻ പല സ്ഥലത്തുനിന്ന് വാങ്ങിച്ചിട്ടുള്ളതിനേക്കാളും നല്ല ക്വാളിറ്റിയും തോന്നി ഈ ഗ്രീക്ക് യോഗർട്ടിന്. പിന്നെ എന്താ പറയുക അത്യാവശ്യം പൈസ കുറവായിട്ട് തോന്നി. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടർക്കിഷ് എഗ്സ് കഴിക്കുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് മുട്ടയായിട്ട് മിക്സ് ചെയ്ത് കഴിക്കുന്ന ഒരു സംഭവമാണ് ഈ ഗ്രീക്ക് യോഗർട്ട് കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. ഓക്കെ, പിന്നെ ഉള്ള സാധനമാണ് ഈ ബാസ ഫിഷ്. ബാസയുടെ ഫില്ലകൾ 1.5 കിലോ ബാസ ഫിഷ് ആണുള്ളത്. ഇത് ഞാൻ പോകുമ്പോൾ മിക്കപ്പോഴും ഒരു 2, 3, 4 പാക്കറ്റ് വാങ്ങിച്ചു വെക്കും. ഇതിന് എനിക്ക് തോന്നുന്നത് $15.99 ആണെന്നാണ്. ഇത് ഞാൻ കഴിഞ്ഞ തവണ മേടിച്ചത് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്ത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചെടുത്തതേ ഉള്ളൂ. ഇത് നമ്മുടെ വീട്ടിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സ്ഥിരമായിട്ടുള്ളൊരു സാധനമാണ്. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ആഴ്ചയിൽ 2 ലഞ്ചിന് നമ്മുടെ ലഞ്ച് എന്ന് പറയുന്നത് ബാസയായിരിക്കും. ബാസ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കും. ഇത് ഭയങ്കര സിമ്പിളാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇൻഡിവിജ്വൽ പാക്കറ്റ്സിലായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് 2 എണ്ണം എടുക്കുക, വെള്ളത്തിൽ ഇടുക, നമുക്ക് ഇഷ്ടമുള്ള മാരിനേഷൻ ചെയ്യുക, ആവശ്യമുള്ളപ്പോൾ ഗ്രില്ല് ചെയ്ത് കഴിക്കുക. ഇറ്റ്സ് ദാറ്റ് സിമ്പിൾ. എനിക്ക് ടേസ്റ്റും ഇഷ്ടമാണ്. അധികം ഫിഷി ടേസ്റ്റും ഇല്ല, എന്നാൽ എന്നുവെച്ചാൽ ഒരു സാധാ ഒരു ടേസ്റ്റ്. ഭയങ്കര മീനിൻ്റെ ഒരു കുത്ത് ടേസ്റ്റ് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഗ്രില്ല് ചെയ്താൽ കഴിക്കാനും രസമാണ്. അപ്പോൾ ഇതും സാലഡും വെജീസും പിന്നെ കുറച്ച് റൈസ് എന്തെങ്കിലും കൂട്ടിയാണ് ഞാൻ ഈ സംഭവം പെയർ ചെയ്ത് കഴിക്കാറ്. അപ്പം ഇത് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്ന് മേടിച്ചു നോക്കുക. ഇതും ഭയങ്കര ഹൈ പ്രോട്ടീനാണ്. 17 grams ഓഫ് പ്രോട്ടീനാണ് ഒരു ഫില്ലയിലുള്ളത്. അപ്പോൾ നമ്മൾ 2 എണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല പ്രോട്ടീൻ നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിനൊക്കെ കിട്ടും. ഞാനിത് 2 ഫില്ലയാണ് എടുക്കാറ് ഒരു ദിവസം. കാലറീസ് ഭയങ്കര കുറവാണ്. കാലറീസ് 90 കാലറീസ് ഒരു ഫില്ലയിലുള്ളൂ. ഈ സംഭവം ഞങ്ങളുടെ വീട്ടിലൊരു സ്റ്റേപ്പിൾ സാധനമാണ്. ഇത് എല്ലാ ആഴ്ചയിലും നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന ഒന്നാണ് ഈ ബാസ. ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ ഈ ബാസ മേടിച്ച് തുടങ്ങാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കോസ്കോ പോയിട്ട് നമുക്ക് ഫിഷ് ഗ്രില്ല് ചെയ്തത് പൊതുവെ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഫ്രഷ് ഫിഷ് വാങ്ങിച്ചു നോക്കി, സാമൺ വാങ്ങിച്ചു നോക്കി. എല്ലാത്തിനും ഭയങ്കര പൈസയാണ്. സാൽമണൊന്നും നമുക്ക് കോസ്കോന്നും വാങ്ങിക്കണ കാര്യം ചിന്തിക്കേ വേണ്ട, നല്ല പൈസയാണ്. അപ്പോൾ അങ്ങനെയാണ് റേറ്റ് കുറവിനൊരു ഫിഷ് നോക്കാമെന്ന് വിചാരിച്ച് ഞാൻ നോക്കിയപ്പോൾ ഇത് കണ്ടത്. ഇത് ഉള്ളതിൽ റേറ്റ് കുറവാന്നേ ഉള്ളൂ.
അപ്പോൾ അങ്ങനെയാണ് ഇത് വാങ്ങിച്ച് നമ്മൾ ട്രൈ ചെയ്ത് തുടങ്ങിയതും ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ബാസ നമ്മുടെ വീട്ടിലെ ഒരു താമസക്കാരനായി. പിന്നെ ഞാൻ ഈ ഇടയായിട്ട് മേടിച്ച് തുടങ്ങിയ ഒരു സംഭവമാണ് ഈ സ്പിനച്ച് ഫെറ്റ സൺഡ്രൈഡ് ടൊമാറ്റോ റാപ്പ്. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് റാപ്പാണ്. ഇതിൻ്റെ ഉള്ളിൽ ടൊമാറ്റോസ് ഉണ്ട്, സ്പിനച്ച് ഉണ്ട്, ഫെറ്റ ചീസ് ഉണ്ട്, എഗ് വൈറ്റ് ഉണ്ട്. ഇത് ഹൈലി സാച്ചുറേറ്റഡ് ഫാറ്റ് ആൻഡ് സോഡിയം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതിൽ ഒരു റാപ്പിൽ 290 കാലറീസ് ആണ്, 21 grams ഓഫ് പ്രോട്ടീനും ഉണ്ട്. സോഡിയം കൂടുതലാണ് കേട്ടോ ഇതിനകത്ത്. ഞാനിത് മേടിച്ച് വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്ഥിരം വീട്ടിൽ രാവിലെ മുട്ട, യോഗട്ട്, ഓവർനൈറ്റ് ഓട്സ്, ചിയ പുഡിംഗ് അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും കഴിക്കുന്നത്. ഇതിങ്ങനെ മാറി 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 കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഗോകുലിന് ഓവർനൈറ്റ് ഓട്സും ചിയ പുഡിംഗും ഒന്നും താല്പര്യമില്ല. മിക്കപ്പോഴും തന്നെ മുട്ടയായിരിക്കും കഴിക്കണം. അപ്പോൾ ഈ മുട്ട കഴിച്ച് എല്ലാ ദിവസവും മുട്ടയായി കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പ് വരുമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു തവണ കോസ്കോന്ന് മേടിച്ച് നോക്കി കഴിഞ്ഞപ്പം അത് ഇഷ്ടപ്പെട്ടു. ഇത് മെയിനായിട്ട് എനിക്കല്ല, ഇത് ഗോകുലിൻ്റെ സാധനമാണ്. ഞാനിത് അങ്ങനെ കഴിക്കാറില്ല, ഇടയ്ക്ക് വല്ലപ്പോഴും കഴിച്ചാലേ ഉള്ളൂ. അങ്ങനെ മുട്ട കഴിച്ച് മടുക്കുമ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടി കഴിക്കുന്ന സാധനമാണ് ഈ ഫെറ്റ റാപ്പ്. സ്ഥിരമായിട്ട് ഇതിനകത്ത് മൊത്തം 6 എണ്ണം ഉള്ളത്. 6 എണ്ണം ഉണ്ട്. നമ്മൾ ആഴ്ചയിൽ 6 ദിവസം കഴിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മൾ ഇതിലിപ്പോൾ ഒരു 2 weeks 3 weeks കൊണ്ടൊക്കെയാണ് ഒരു പാക്കറ്റ് തീരുള്ളൂ. ചിലപ്പോൾ ഒരു മാസത്തിന് വേണ്ടിയിട്ടാണ് ഒരു പാക്കറ്റ് മേടിച്ച് വെക്കണം. വല്ലപ്പോഴും ഇടയ്ക്ക് ഒരു ദിവസമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് മേടിച്ച് വെക്കുന്ന സാധനമാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ് റാപ്പ്. ഇതിന് എത്ര രൂപയാണെന്നറിയോ, എത്ര ഡോളറാണെന്നറിയോ? $19.99. 6 റാപ്പിന് $20. അടുത്തത് ഫ്രോസൺ ബെറീസ്. ഇതിനകത്ത് വേറെ ഒന്നുമില്ല. ഓർഗാനിക് സ്ട്രോബെറി, ഓർഗാനിക് ബ്ലൂബെറീസ്, ഓർഗാനിക് ബ്ലാക്ക്ബെറീസ്, ഓർഗാനിക് റാസ്ബെറീസ്. ഇതിൽ വേറെ ഒന്നും മിക്സ് ചെയ്തിട്ടില്ല. ഫ്രോസൺ ആണ്. അപ്പോൾ നമുക്ക് സ്മൂത്തി അടിക്കുമ്പോൾ കുറച്ച് തിക്നെസ്സിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാം ഇൻഡിവിജ്വലി മേടിക്കുന്നതിലും ലാഭം ഇത് മേടിക്കുന്നതാണ് എനിക്കും തോന്നി. കാരണം മറ്റേതെന്ന് പറയുമ്പോൾ നമുക്കൊരു 1 വീക്കിനുള്ളിൽ 2 വീക്സിനുള്ളിലൊക്കെ എടുത്ത് തീർക്കണം എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഇത് പക്ഷെ അങ്ങനെയില്ല. ഇത് നമുക്ക് കുറേ നാൾ ഫ്രീസ് ചെയ്ത് വെക്കാൻ പറ്റും. 1 കപ്പ് ആവശ്യത്തിന് നമുക്ക് എടുത്ത് സ്മൂത്തി ഉണ്ടാക്കിയാലും മതി. മറ്റേത് ഞാൻ എന്തെങ്കിലുമൊക്കെ ബെറീസ് വാങ്ങിച്ച് വെക്കുമ്പോൾ ആ ആഴ്ച ഫുള്ള് ചിലപ്പോൾ സ്മൂത്തി ആയിരിക്കും, കാരണം ഇത് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സാധനം ഞാൻ മേടിച്ചു വെച്ചു. അതാവുമ്പോൾ നമുക്ക് ഈസിയാണല്ലോ. വാട്ട് നെക്സ്റ്റ്? കിവി ഞാൻ കോസ്കോ പോകുമ്പോഴാണ് മിക്കപ്പോഴും മേടിക്കാറ്. വേറെ ഗ്രോസറീസിലൊക്കെ പോകുമ്പോൾ, ഗ്രോസറി ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കിവി ഇങ്ങനെ ഉണങ്ങിയത്, ശോഷിച്ചത് അങ്ങനെയൊക്കെ എനിക്ക് കിട്ടാറ്. എനിക്ക് ഫ്രഷ് കിവിന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കോസ്കോ എന്നാണ്. അപ്പം അതുകൊണ്ട് ഞാൻ കോസ്കോ പോകുമ്പോൾ കിവി മേടിച്ച് വെക്കും. ഇത് തീരുമ്പോൾ കോസ്കോ പോയി മേടിക്കാറില്ല. ഇത് തീരും. അല്ലാതെ കോസ്കോ പോകുമ്പോൾ കിവി മേടിച്ചുകൊണ്ട് വരും. അങ്ങനെയുള്ളൂ. കിവി എന്നും ഓരോന്ന് കഴിക്കുന്നത് ഇറ്റ്സ് വെരി ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഫ്രൂട്ടും കൂടെയാണ് കേട്ടോ. പിന്നെ കോസ്കോ പോകുമ്പോൾ ഇവിടെ പാല് അത്ര ചിലവുള്ള കാര്യമല്ല. ഞാനും ചായ കുടിക്കില്ല, ഗോകുലും ഈ പാലൊഴിച്ചുള്ള ചായ അല്ല കുടിക്കുന്ന. ഒരു പൊടി മിക്സ് ഉണ്ട് ചായയുടെ, അതാണ് ഗോകുലിന് ഇഷ്ടം. അപ്പം അവനും പാല് ഒഴിച്ച് ചായ കുടിക്കൽ പരിപാടി ഇല്ല. ഇത് ആകെ സ്മൂത്തി അടിക്കുമ്പോൾ മാത്രമേ ഞാൻ പാലെടുക്കാറുള്ളൂ. അത്യാവശ്യം ഡേറ്റുള്ള പാല് ഞാൻ കോസ്കോ പോകുമ്പോൾ ഈ ഓർഗാനിക് മിൽക്കാണ് മേടിച്ച് വെക്കാറ്. ഓർഗാനിക് മിൽക്കും മറ്റേ മിൽക്കും തമ്മിൽ വലിയ പൈസ വ്യത്യാസമൊന്നും ഞാൻ കണ്ടില്ല. അപ്പോൾ പാലിന് വല്ല വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ കാണുമ്പോൾ രസം. ഓർഗാനിക് എന്ന് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റേ കാർട്ടണിലുള്ള പാലില്ലേ, അത് മേടിച്ചാൽ മതി. കാരണം അതിനുള്ള യൂസേ ഇവിടെ ഉള്ളൂ. പക്ഷെ എന്നാലും ഞാൻ ഇത് മേടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ പാലിനും ഈ പാലിനും ഒരേ റേറ്റാണ്. അപ്പോൾ പിന്നെ ഇതേ പൈസയ്ക്ക് കുറവ് പാല് എന്തിനും മേടിക്കണം, കൂടുതലും മേടിച്ചൂടെ? ജസ്റ്റ് മിഡിൽ ക്ലാസ് തിങ്സ്. ഞാൻ ആദ്യമായിട്ടാണ് കോസ്കോന്ന് ഇത് മേടിച്ച് നോക്കിയത്. ആസ്പരാഗസ് ഒക്കെ ഇട്ടിട്ട് സ്റ്റഫ് ചെയ്തിട്ടുള്ള ചിക്കൻ ബ്രസ്റ്റ്. ഇത് ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ നേരെ ഓവനിൽ വെക്കുക, ഗ്രില്ല് ചെയ്തെടുക്കുക, കഴിക്കുക. 4 ചിക്കൻ ബ്രസ്റ്റ് ഉണ്ട്. 4 എണ്ണത്തിന് $23.96, വിച്ച് മീൻസ് $24. കത്തിയാണ്. പക്ഷെ ഞാൻ കണ്ടപ്പോൾ മേടിച്ചത് എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ ആഴ്ചത്തെ 2 ദിവസത്തെ ഡിന്നർ സോർട്ടഡ് ആയി.
അപ്പം ഞാൻ അത് കണ്ടുകൊണ്ടാണ് ഇത് മേടിച്ചത്. കുറച്ച് കത്തിയാണെന്ന് എനിക്കറിയാം, എന്നാലും മേടിച്ചു. ഒന്ന് ട്രൈ നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാൻ എപ്പോൾ പോകുമ്പോഴും ഇത് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഒന്ന് വാങ്ങിച്ചു നോക്കിയാലോ. മുട്ടയെ പറ്റി എനിക്ക് കുറേ സംസാരിക്കാനുണ്ട്. ഓർഗാനിക് മുട്ട 2 കാർട്ടൺ മുട്ട വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കാർട്ടൺ ഇരിപ്പുണ്ട്, ഒരു കൊട്ടയിലും മുട്ട ഇരിപ്പുണ്ട്. നമ്മുടെ വീട്ടിൽ ഒരു ദിവസം 8 മുട്ടയോളം ചിലവുണ്ട്. സത്യം. ഞാൻ 4, ഗോകുൽ 4, ചില ദിവസം ഞാൻ 3, ഗോകുൽ 4. നമ്മുടെ വീട്ടിൽ നല്ല ചിലവുള്ളൊരു സാധനമാണ് മുട്ട. അപ്പം മുട്ട തീരുമ്പം ഞാൻ കോസ്കോന്ന് പോയി റീസ്റ്റോക്ക് ചെയ്ത് അത്യാവശ്യം നിറയെ മുട്ട മേടിച്ചു വയ്ക്കും. ഞാനിവിടെ കാനഡയിൽ വന്ന സമയത്ത് ഇതുപോലെ സ്ഥിരം രാവിലെ മുട്ട കഴിക്കുമായിരുന്നു. മേ ബി പെട്ടെന്നുള്ളൊരു ഫുഡ് ചേഞ്ചിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കുറേ റീസൺസ് കൊണ്ടായിരിക്കാം. എനിക്ക് ഹോർമോണൽ ചേഞ്ചസ് ഭയങ്കരമായിട്ടുണ്ടായി. എൻ്റെ പീരിയഡ്സ് ഡിലേ ആവാൻ തുടങ്ങി. പീരിയഡ്സ് വരാതെ 1 മാസമൊക്കെ ഇരിക്കുക. എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടേ ഇല്ല. എൻ്റെ പീരിയഡ്സൊക്കെ ഭയങ്കര റെഗുലർ ആയിരുന്നു. പിന്നെ ഭയങ്കരമായിട്ട് ആക്നെ, പിമ്പിൾസ് വരിക മുഖത്ത്. അപ്പോൾ മൊത്തത്തിൽ ഞാനിങ്ങനെ പെട്ടെന്ന് എന്തോ ഒരു ചേഞ്ച് എനിക്ക് വന്ന പോലെ ഭയങ്കരമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. നമുക്ക് പുറത്തുനിന്ന് കഴിക്കുന്നത് അതില്ലായിരുന്നു എന്നല്ല, അതുണ്ടായിരുന്നു. പക്ഷെ സ്റ്റിൽ എനിക്ക് ചിക്കൻ മുട്ടയൊക്കെ കഴിക്കുമ്പോൾ എന്തോ അതുകൊണ്ടായിരിക്കും ഇനി ഹോർമോണൽ ചേഞ്ചസ് വരണേന്നൊക്കെ എനിക്കൊരു ഡൗട്ടായി. അങ്ങനെ ഞാൻ എവിടെയോ വായിക്കുകയും ചെയ്തു. അപ്പം ഞാൻ വെറുതെ ഒരു സ്വിച്ച് നടത്താമെന്ന് വിചാരിച്ച് കോസ്കോ പോയപ്പം ഞാൻ ഓർഗാനിക് എഗ്സ് വാങ്ങിക്കാൻ തുടങ്ങി. എനിക്ക് ഒരു മാറ്റം ഉണ്ടായി തുടങ്ങി. ഞാൻ മുട്ട സ്ഥിരം കഴിക്കുന്ന ഒരു സാധനമാണല്ലോ മുട്ട. നമ്മൾ ഇടയ്ക്ക് വല്ലപ്പോഴും കഴിക്കുന്ന ഒരു സാധനമല്ലേ. എന്നും നമ്മൾ ഇത്ര മുട്ട വെച്ച് കഴിക്കുന്നു എന്ന് പറയുമ്പം അത് ചിലപ്പോൾ നമ്മുടെ ബോഡിക്ക് ഒരു പ്രശ്നം ഉണ്ടാക്കിയിരുന്നായിരിക്കാം, എനിക്കറിയില്ല. എപ്പോഴും പറയണത് ഞാൻ അൺഷുവറാണ്. പക്ഷെ എനിക്ക് ഈ മുട്ട കഴിച്ച് തുടങ്ങിയപ്പോൾ തൊട്ട് ഈ ഹോർമോണൽ ചേഞ്ചസ് അങ്ങനെ ഭയങ്കരമായിട്ട് വരാതായി തുടങ്ങി. എനിക്ക് പീരിയഡ്സ് ഒക്കെ റെഗുലർ ആയി തുടങ്ങി. ബാക്ക് ടു എൻ്റെ സൈക്കിളിലോട്ട് വന്നു തുടങ്ങി. അപ്പോൾ അതിലെന്തോ ഒരു കാര്യമില്ലേ എന്ന് എനിക്ക് തോന്നി തുടങ്ങി. ഇതൊക്കെ ചിലപ്പോൾ എൻ്റെ തലയിലായിരിക്കും കേട്ടോ, എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും അന്ന് തൊട്ട് ഞാൻ ഓർഗാനിക് മുട്ട മാത്രമേ കഴിക്കാറുള്ളൂ. ഇതിന് പൈസ കൂടുതലാണ്. എന്നിട്ടും ഞാൻ എന്തിനത് ചെയ്യണമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് ആ പഴയ റിസ്ക് എടുക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇപ്പോഴും എനിക്ക് പീരിയഡ്സിന് ഒരു പ്രശ്നമില്ല കേട്ടോ. പക്ഷെ ഇപ്പോഴും മുഖത്ത് അവിടെ ഇവിടെയൊക്കെ കുരു വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് ആ ഒരു റിസ്ക് എടുക്കാനൊരു പേടി. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കിത് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ എപ്പോൾ കോസ്കോ പോകുമ്പോഴും ഞാൻ അത്യാവശ്യം ഈ മുട്ട മേടിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കും. ഇതിന് അത്യാവശ്യം ഡേറ്റും ഉണ്ട് കേട്ടോ. പിന്നെ സമ്മറായി കഴിയുമ്പോൾ ഞാൻ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇവിടെയൊക്കെ ഞാനൊരു കൺട്രി സൈഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് ഓർഗാനിക് എഗ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഈ വീടിൻ്റെ സൈഡിലൊക്കെ എഴുതി ബോർഡ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ സമ്മറിലൊക്കെ ഞാൻ അവിടെ പോയി മുട്ട മേടിക്കുമായിരുന്നു. അതായത് ഫ്രഷ് എഗ്സ്, ഫാമിൽ നിന്നുള്ള ഫ്രഷ് ഓർഗാനിക് എഗ്സ് ഞാൻ പോയി മേടിക്കുമായിരുന്നു. അതല്ലാണ്ട് ഈ മുട്ടയാണ് ഇവിടെ സ്ഥിരം മേടിക്കാറ്. സോ ദാറ്റ് ഈസ് ദ മുട്ടക്കഥ. ഇത് സത്യം പറഞ്ഞാൽ ഈ ഓർഗാനിക് മുട്ടയും വെള്ളമുട്ടയും അല്ലാത്ത മുട്ടയൊക്കെ എല്ലാം സെയിം കോഴിയുടെ ആണെന്നൊക്കെ ഞാൻ പിന്നെ ആരൊക്കെയോ പറയുന്നതും എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. പക്ഷെ അതാ ഞാൻ പറയും, ഇതൊക്കെ എൻ്റെ തലയിലായിരിക്കാം. പക്ഷെ വാട്ടെവർ ഞാനത് ഇതാണെന്ന് വിശ്വസിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഞാൻ ഈ മുട്ടയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നു. ഐക്യദാർഢ്യം ഓർഗാനിക് മുട്ടയ്ക്ക്. കോസ്കോന്ന് പിന്നെ മേടിച്ചൊരു ഐറ്റമാണ് പോപ്പി. ഇപ്പം നിങ്ങൾ എല്ലാവരും ഇൻസ്റ്റഗ്രാമിൽ കാണുന്നൊരു കാര്യമായിരിക്കും. ഞാൻ ഇൻസ്റ്റ തുറന്ന എല്ലാവരും പോപ്പിയാണ് കുടിക്കുന്നത്. ഇപ്പോൾ വേറെ ആരും ഒന്നും കുടിക്കുന്നില്ല. ഞാനും ആ വലയിൽ പെട്ടു. ഞാനും പോപ്പി മേടിച്ചു. ഞാൻ ഈ ഞാൻ എൻ്റെ കവർ ഓൾറെഡി പൊട്ടിച്ചു വെച്ചു. ഞാൻ ഈ ഒരു ബോക്സ് പോപ്പിയാണ് മേടിച്ചത്. 3 ഫ്ലേവർ. ഇതിനകത്ത് സ്ട്രോബെറി, ഓറഞ്ച് ആൻഡ് റാസ്ബെറി. എനിക്കിതിനകത്ത് റാസ്ബെറി വലിയ ഇഷ്ടമില്ല. പക്ഷെ ഈ 3 കോംബോയെ വരുന്നുള്ളൂ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ കോസ്കോ പോയി ഇത് എടുക്കാൻ പോയപ്പം ഗോകുൽ എന്നോട് പറഞ്ഞു നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയില്ല, അപ്പം ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോന്ന് വാങ്ങിച്ച് കുടിച്ചു നോക്കി നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ വാങ്ങിക്കാമെന്ന്. അങ്ങനെ ഞാൻ ഓറഞ്ചും ഇത് 3 ഞാൻ ആക്ച്വലി ട്രൈ ചെയ്തു. ഇതിൽ സ്ട്രോബെറിയും ഓറഞ്ചും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓറഞ്ച് നമ്മുടെ പക്ക ഫാൻഡ ഇല്ലേ, ഫാൻഡയുടെ ഒരു ലൈറ്റർ വേർഷൻ അതാണ്. സ്ട്രോബെറി എന്താ കുഴപ്പമില്ല. സ്ട്രോബെറിയിൽ ഒരു ലെമൺ ഫ്ലേവർ, സ്ട്രോബെറി ലെമൺ എന്നാണ് അതിൻ്റെ പേര്. പിന്നെ റാസ്ബെറി റോസ്, അതിന് പക്ക മരുന്നിൻ്റെ ചുവ. പക്ഷെ എന്നാലും ഞാൻ കുടിക്കും. മേടിച്ച സാധനം വേസ്റ്റ് ചെയ്യില്ല.
പക്ഷെ അതാണ്. അപ്പം ഇത് മേടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ എന്തെങ്കിലും കുടിക്കണം, ദിവസത്തിൽ ഒരെണ്ണെങ്കിലും എനിക്ക് കുടിക്കണം. അപ്പം നമ്മൾ ഇവിടെ ഡയറ്റ് കോക്ക്, ഡയറ്റ് ഫാൻറ്റ, അങ്ങനത്തെ ഡയറ്റ് ഫാൻറ്റ ഇല്ല, 0 ഷുഗർ, എല്ലാ 0 ഷുഗർ നമ്മൾ മേടിച്ച് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ തവണ ഒരു വെറൈറ്റി ആയിക്കോട്ടെ, നമുക്ക് പോപ്പി മേടിച്ച് വെക്കാമെന്ന്. അങ്ങനെയാണ് ഈ തവണ ഞാൻ പോപ്പി മേടിച്ചത്. ഇനി അടുത്ത തവണ ഞാൻ വേറെ എന്തെങ്കിലും വാങ്ങിക്കും, അതിൻ്റെ അടുത്ത തവണ വേറെ എന്തെങ്കിലും വാങ്ങിക്കും. അങ്ങനെ എല്ലാ വിഷങ്ങളും ഞാൻ കുടിക്കും. ഇതൊന്നും കുടിക്കുന്ന അത്ര നല്ലതല്ല. മറ്റേ കല്യാണരാമൻ്റെ ലാലു അലക്സ് പറയുന്നല്ലോ, ഇതൊക്കെ നമ്മുടെ ആമാശയത്തിന് കേടാണ്, പക്ഷെ നമ്മൾ കുടിക്കും, ഞാൻ കുടിക്കും. പിന്നെന്താ ഞാൻ കോസ്കോന്ന് മേടിച്ചത്? വാസ്ലിൻ്റെ ഡ്രൈ സ്കിൻ റിപ്പയർ ബോഡി ലോഷൻ 3 എണ്ണത്തിന് $15, ഒരെണ്ണത്തിന് $5. ആ ഡീൽ എവിടെയും കിട്ടില്ല. ദാറ്റ്സ് എ സ്റ്റീൽ എൻ്റെ അഭിപ്രായത്തിൽ. എനിക്ക് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു ട്രിക്കാണ്, ഞാനിത് എല്ലാവരോടും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഏതെങ്കിലും ഒരു ബോഡി ഓയിൽ എടുക്കുക, നമുക്ക് നമ്മുടെ സ്കിന്നിന് പറ്റുന്ന ഏതെങ്കിലും ഒരു ബോഡി ഓയിൽ എടുക്കുക, ലോഷൻ എടുക്കുക, ബോഡി ഓയിലും ലോഷനും കൂടെ മിക്സ് ചെയ്യുക, നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുക. എനിക്കത് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യാറുണ്ട്. അപ്പം നമ്മളിവിടെ സ്ഥിരം മേടിച്ചുകൊണ്ടിരുന്നത് സെറ്റാഫിൽ, അവീനോ ഒക്കെയാണ്. സെറ്റാഫിലും അവീനോയും ഒക്കെ നമ്മൾ ഒരെണ്ണത്തിന് തന്നെ അത്യാവശ്യം പൈസ ഉണ്ട്. അപ്പം ഇത് 3 എണ്ണം ഈ ഡീലിന് കിട്ടിയപ്പോൾ പിന്നെ വാസ്ലിനും ആണല്ലോ. എനിക്ക് ഏതെങ്കിലും ഒരു ലോഷൻ മതി, എനിക്കങ്ങനെ ഇന്ന സാധനം വേണമെന്നൊന്നുമില്ല. അപ്പോൾ അത് $15.99 കോസ്കോയിൽ ഉണ്ട്. കോസ്കോയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ കാണുന്നത് ചിലപ്പോൾ നാളെ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞാൻ മേടിച്ചു സ്റ്റോക്ക് ചെയ്ത് വെച്ചു. ഞാനും ഗോകുലും ബോഡി ലോഷൻ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്കത് ഭയങ്കര യൂസ്ഫുൾ ആവും എന്നുള്ള വിശ്വാസത്തിൽ അത് മേടിച്ചു വെച്ചു. ഇനി ഇന്ന് മേടിച്ചതല്ലാതെ ഞാൻ നിങ്ങളെ വേറെ 1-2 സാധനം കൂടെ ഞാൻ കോസ്കോന്ന് മേടിച്ച് സ്റ്റോക്ക് ചെയ്യാറുള്ളത് കാണിച്ചു തരാം. ഇതൊക്കെ ഞാൻ കഴിഞ്ഞ തവണ മേടിച്ചു വെച്ചാണ് കേട്ടോ. ഇതിൽ ഞാൻ മേടിക്കാറുള്ളൊരു ഐറ്റമാണ് കിർക്ക്ലാൻഡിൻ്റെ ഈ ഇറ്റാലിയൻ മീറ്റ് ബോൾസ്. 3 മീറ്റ് ബോൾസിൽ 140 കാലറീസ് ആൻഡ് 9 grams ഓഫ് പ്രോട്ടീൻ. അപ്പം ഞാനൊരു 9 to 10 മീറ്റ് ബോൾസ് ആണ് ഒരു ഇൻഡിവിജ്വൽ പോർഷനായിട്ട് എടുക്കാറ്. നമുക്കെല്ലാം സ്ക്രാച്ചിൽ നിന്ന് നമ്മൾ കുക്ക് ചെയ്ത് തുടങ്ങുക എന്ന് പറയുന്നത് എനിക്ക് ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പം ഞാൻ എൻ്റെ ലൈഫ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഫ്രോസൺ സാധനങ്ങൾ മേടിച്ച് വെക്കുന്നത്. ഓഫ് കോഴ്സ് ഞാൻ ഇതിൻ്റെ സോഡിയം അങ്ങനത്തെ സാധനങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് മേടിക്കാറ്. പക്ഷെ ഇതൊക്കെ നമുക്ക് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് മേടിച്ച് വെക്കുന്നതാണ് മീറ്റ് ബോൾസ്. സ്ഥിരം നമ്മൾ കഴിക്കുന്നില്ല, ആഴ്ചയിൽ 1 or 2 അത്രേ നമ്മൾ ഈ സാധനങ്ങളൊക്കെ കഴിക്കുള്ളൂ. നമ്മൾ മാറി 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 കൊടുക്കും ബോഡിക്ക്. ഇതിൻ്റെ പല റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ എനിക്ക് റെസിപ്പി ബുക്കുണ്ട് ബൈ ആ റെസിപ്പി ബുക്കിൽ നോക്കിയിട്ടാണ് ഞാൻ ഓരോ ആഴ്ചത്തെ റെസിപ്പീസ് ഇപ്പോൾ ഡിസൈഡ് ചെയ്യാറ്. ഞാൻ ബുക്ക് കാണിച്ചത് വെയിറ്റ്. പ്രോട്ടീൻ പാക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്ക് ഞാൻ ഈ ഇടയ്ക്ക് പോയി മേടിച്ചിരുന്നു. അപ്പോൾ ഇതിനകത്തും മീറ്റ് ബോൾസിന് പറ്റിയ കുറച്ച് റെസിപ്പീസ് ഉണ്ട്. ഞാനിപ്പോൾ 2-3 എണ്ണം ട്രൈ ചെയ്തു. അതിനകത്തുള്ള ഇറ്റ്സ് നൈസ്, 2 എണ്ണം ട്രൈ ചെയ്തു. അപ്പം ഇത് വെച്ചിട്ടാണ് ഞാനിപ്പം ഇവർ പറയുന്നത് വേറെ ഫിഷ് ആയിരിക്കും, ഞാൻ പക്ഷേ ബാസ വെച്ചത് ട്രൈ ചെയ്യും. പല മാരിനേഷൻ, പല സ്റ്റൈൽ ഓഫ് കുക്കിംഗ്, അങ്ങനെ ഒരാഴ്ചത്തേക്ക് വേണ്ട ഒരു 3 റെസിപ്പി ഞാൻ ഇതിൽ നിന്ന് ഡിസൈഡ് ചെയ്യും, കുക്ക് ചെയ്യും, സ്റ്റോക്ക് ചെയ്യും. ഞാൻ ടോപ്പിക്കിൽ നിന്ന് തെന്നി മാറി. പിന്നെ ഷ്രിമ്പാണ് നമ്മൾ മേടിച്ചു വെക്കുന്ന വേറൊരു ഫിഷ് ഐറ്റം. ഇതിനകത്ത് 13 ഷ്രിമ്പിൽ 23 gram പ്രോട്ടീൻ ഉണ്ട്. നമ്മളൊരു 15 ഷ്രിമ്പ് ആണ് ഒരാൾക്ക് ഒരു പോർഷൻ സൈസ് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കാറ്. ഷ്രിമ്പും നമ്മുടെ ഒരാഴ്ചയിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ഐറ്റമാണ്. പിന്നെ ഞാൻ ഈ തവണ മേടിച്ചത് ജാസ്മിൻ റൈസ്. സാധാരണ ബസ്മതി റൈസാണ് ഇവിടെ മേടിക്കാറ്. ബസ്മതി റൈസ് മേടിച്ചിട്ട് ഇല്ലെങ്കിൽ കീനുവ അല്ലെങ്കിൽ ബസ്മതി റൈസ്, ഇത് രണ്ടും കൂടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ചിലപ്പോൾ കീനുവ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കും, ബസ്മതി റൈസ് വെച്ചിട്ട് സിലാൻഡ്രോ റൈസ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അതാണ് നമ്മളൊരു 70 grams ഓഫ് റൈസ്, 70 to 100 grams ആണ് ലഞ്ചിന് അല്ലെങ്കിൽ ഡിന്നറിന് കഴിക്കുക. അപ്പം അത് പോർഷൻ സൈസ് ചെയ്ത് നമ്മൾ അത് കുക്ക് ചെയ്താണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ തവണ ഞാനൊരു ചേഞ്ചിന് വേണ്ടി ജാസ്മിൻ റൈസ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കോസ്കോ പോയപ്പം മേടിച്ച ജാസ്മിൻ റൈസാണിത്. ഇതിന്
21.99 ആണ് ഈ ജാസ്മിൻ റൈസിൻ്റെ പ്രൈസ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ബേസിക്കലി ഞാൻ കോസ്കോന്ന് മേടിച്ചത്. പിന്നെ ഈ ഇരിക്കുന്ന 3 എണ്ണം, ഇത് ഉണക്കമുന്തിരി, ഇത് വാൾനട്ട്സ്, ഇത് പംകിൻ സീഡ്. ഇത് 3ഉം കോസ്കോന്നല്ല, ഇത് ബൾക്ക് ബാൺ എന്ന് പറഞ്ഞ് ഇവിടെ നട്ട്സ് ഒക്കെ കിട്ടുന്ന ഒരു കടയിൽ നിന്ന് മേടിച്ച് വെച്ചാണ് കേട്ടോ. ഞാൻ നട്ട്സ് ബയോട്ടിൻ ലഡു ഉണ്ടാക്കുന്ന വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഉണ്ടാക്കി വെച്ചത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനതൊരു 2 മാസത്തേക്ക് ഒക്കെയാണ് നമ്മൾ ലഡു ഉണ്ടാക്കി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാറ്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇനി എന്തായാലും ഉടനെ തന്നെ വേറൊരു ബാച്ച് ഉണ്ടാക്കുന്നില്ല. ഞാൻ പറഞ്ഞായിരുന്നു ഞാനൊരു ഗ്യാപ്പ് എടുക്കും. ഇനി ചിലപ്പോൾ 2 മാസം കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ബാച്ച് ഉണ്ടാക്കി വെക്കുള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അത്രയും സീഡ്സ് കഴിക്കില്ല. പക്ഷെ മസ്റ്റായിട്ട് കഴിക്കുന്ന സീഡ്സാണ് പംകിൻ സീഡ്സും വാൾനട്ടും, പിന്നെ ചിയ സീഡും. എങ്ങനെയെങ്കിലും ചിയ സീഡ് പച്ചക്കല്ല, വെള്ളത്തിലൊക്കെ ഇട്ട് ചിയ പുഡിംഗ് ആയിട്ടോ അങ്ങനെ എങ്ങനെയെങ്കിലും ഏതെങ്കിലും ഒരു ഫോമിൽ നമ്മൾ കഴിക്കും. പിന്നെ കഴിക്കുന്ന 2 എണ്ണമാണ് ഇത്. പിന്നെ സ്ഥിരമായിട്ട് രാവിലെ കഴിക്കുന്നതാണ് ഉണക്കമുന്തിരി വെള്ളത്തിലിട്ടത്. ഇത് കറൻസ് ആണ് കേട്ടോ, ഇത് ഉണക്കമുന്തിരി അല്ല, ഇത് അതിൻ്റെ ചെറിയ സൈസിലുള്ളൊരു സാധനം. ഞാൻ മൊത്തത്തിൽ ഒന്ന് റിസർച്ച് ചെയ്ത് വന്നപ്പോൾ ഉണക്കമുന്തിരി പോലെ തന്നെ ഗുണമുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ ഗുണമുള്ളൊരു സാധനമാണ് ഈ കറൻസ്. അപ്പോൾ അത് എന്നും രാത്രി വെള്ളത്തിലിട്ടിട്ട് രാവിലെ കഴിക്കാറുണ്ട്. അപ്പം ഇത്രയും സാധനങ്ങളാണ് ബേസിക്കലി ഞാൻ ഇന്ന് ഗ്രോസറിക്ക് പോയിട്ട് മേടിച്ചുകൊണ്ട് വന്നത്. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ഇന്നത്തെ പരിപാടി. ഇനി ഇതെല്ലാം ഫ്രിഡ്ജിലേക്ക് അടുക്കി വെക്കുക. നാളത്തേക്കുള്ള കുറച്ച് പ്രിപ്പറേഷൻസ് ഇന്ന് ചെയ്ത് വെക്കുക. നാളെ മീൽ പ്രെപ്പ് ചെയ്ത് വെക്കുക. ആൻഡ് ഈ ഒരാഴ്ചത്തേക്ക് ഐ എം ഗുഡ് ടു ഗോ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു വീക്കെൻഡിൻ്റെ ഒരു കിടപ്പ് വശം. എന്തൊക്കെയാണ് നിങ്ങളുടെ വീക്കെൻഡ് പരിപാടീസ്? അപ്പോൾ ശരി, ഞാൻ ഇനിയും ഇതിങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഞാൻ പറ്റുകയാണെങ്കിൽ എനിക്ക് ഷൂട്ടിങ്ങും കുക്കിങ്ങും എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനൊക്കെ ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പം എന്നെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ മീൽ പ്രെപ്പ് ചെയ്യുന്നൊരു വീഡിയോ ചെയ്യാൻ നോക്കാം. കാണാൻ അധികം ആൾക്കാരില്ലെങ്കിലും ഇതൊക്കെയല്ല എൻ്റെ ഒരു സന്തോഷം. അപ്പോൾ ഓക്കെ, പോയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ തിരിച്ചു വന്നിരിക്കും. ഓക്കെ, ബൈ. പോലെ ഒരു മിനിറ്റ്. ഞാൻ സാധനങ്ങളെടുത്ത് ഫ്രിഡ്ജിലും ഫ്രീസറിലും അടുക്കിപ്പറക്കി വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 2 കാര്യങ്ങൾ കണ്ടത്. അതും കൂടെ കാണിച്ചില്ലെങ്കിൽ എൻ്റെ കോസ്കോ ഷോപ്പിംഗ് കംപ്ലീറ്റ് ആവില്ല. അപ്പം ഇത് സ്വീറ്റ് കെയിൽ സാലഡ് ഞാൻ കോസ്കോയിൽ എപ്പോൾ പോയാലും മേടിച്ച് സ്റ്റോക്ക് ചെയ്യുന്ന റേറ്റാണ്. ഇത് 2 എണ്ണത്തിൻ്റെ പാക്കറ്റായിട്ടാണ് വരുന്നത്. ഞാൻ ഈ തവണ മേടിച്ചില്ല. ഞാൻ മേടിക്കാൻ എന്താണെന്ന് വെച്ചാൽ ഈ തവണ ഉച്ചയ്ക്ക് അധികം സാലഡ് വരുന്ന സാധനങ്ങളില്ല എൻ്റെ അടുത്ത്. ഞാൻ ഇൻസ്റ്റഗ്രാം റീൽസ് വോട്ടൈറ്റിനിടെ ഇട്ടിരുന്ന സമയത്ത് എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചിരുന്നു ഈ സാലഡിൻ്റെ റെസിപ്പി എന്താണെന്ന്. ഞാനിത് ഇൻഡിവിജ്വലി ഓരോന്ന് മിക്സ് ചെയ്തുണ്ടാക്കുന്ന സാലഡല്ല, ഇതൊരു പാക്കറ്റായിട്ട് കിട്ടുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇത് മിക്സ് ചെയ്യാനുള്ള അതിൻ്റെ സാലഡ് ഡ്രസ്സിങ്, അതിനകത്ത് ഇടാനുള്ള പംകിൻ സീഡ്സ്, ക്രാൻബെറി, അങ്ങനത്തെ എന്തൊക്കെയോ സാധനങ്ങളുള്ളൊരു സാലഡാണിത്. ഇത് കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ള സാലഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത്. ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എത്രയോ നാളുകളായിട്ട് ഇതേ സാലഡ് തന്നെയാണ് മേടിക്കുന്നത്. കോസ്കോന്ന് ഞാൻ വേറെ പല സാലഡുകളും ട്രൈ ചെയ്ത് നോക്കി, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഇതിൽ തന്നെ സ്റ്റിക്ക് ചെയ്യുന്നു. പിന്നെ പറയേണ്ട കാര്യമാണ് സ്റ്റേക്ക്. അപ്പോൾ പല സ്ഥലത്തുനിന്ന് സ്റ്റേക്ക് മേടിക്കുമ്പോൾ സ്റ്റേക്ക് നല്ല എക്സ്പെൻസീവാണ്, മേടിക്കുന്നവർക്കറിയാം. അപ്പം ചൈനീസ് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെയാണ് പിന്നെയും സ്റ്റേക്ക് ഞാൻ അധികം പൈസ ഇല്ലാതെ കണ്ടിട്ടുള്ളത്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള അധികം എക്സ്പെൻസീവ് അല്ലാത്ത സ്റ്റേക്ക് ഞാൻ കണ്ടിട്ടുള്ള കോസ്കോയിലാണ്. ഞാൻ ഫുള്ള് പറയട്ടെ, കോസ്കോയിൽ സ്റ്റേക്കിന് ഭയങ്കര പൈസയാണ്. പക്ഷേ കോസ്കോയിൽ ടോപ്പ് സിർലോയിൻ കട്ടെന്നും പറഞ്ഞുകൊണ്ടൊരു ഇത്രയുള്ളൊരു പീസ് സ്റ്റേക്ക് കിട്ടും. അത് ഞങ്ങൾ മാസത്തിൽ ഒരിക്കൽ ഇല്ലെങ്കിൽ ഒരു 1.5 മാസം കൂടുമ്പോൾ നമ്മളത് മേടിക്കും. വീട്ടിൽ കൊണ്ടുവന്ന് നമ്മളത് കട്ട് ചെയ്ത് സ്റ്റേക്ക് പീസസ് ആക്കി ഇതുപോലത്തെ സിപ്ലോക്കിലാക്കി നമ്മൾ ഫ്രീസ് ചെയ്ത് വെക്കും. ഇതിന് നമ്മളൊരു ആ ടോപ്പ് സിർലോയിൻ കട്ട് സ്റ്റേക്ക് മേടിക്കുന്നതിന് $80 to $90 ആണ്. ചിലപ്പം അതിൻ്റെ സൈസും വെയിറ്റും ഒക്കെ അനുസരിച്ച് $70 to $90 ഇതിൻ്റെ ഇടയിലാണ് നമുക്ക് എപ്പോഴും പ്രൈസ് വരാറ്. ഞാനത് ട്രൈ ചെയ്തിട്ട് എനിക്ക് പക്ഷെ മൊത്തത്തിൽ അന്ന് മേടിക്കുമ്പോൾ നമുക്ക് കുറച്ച് പൈസ കയ്യിൽ നിന്ന് പോയിന്ന് തോന്നിയാലും
പിന്നീട് നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ എക്കണോമിക്കലായിട്ട് എനിക്ക് തോന്നി. അപ്പം സ്റ്റേക്ക് അതുകൊണ്ട് ഇപ്പം അങ്ങനെ കോസ്കോ എന്നാണ് മേടിക്കാറ്. ഇതും കൂടെ എനിക്ക് പറയണമെന്ന് തോന്നി, അതാണ് ഞാൻ ഓടി വന്ന് പറഞ്ഞത്. അപ്പം ശരി, ബൈ.